എല്ലാവർക്കും നമസ്കാരമുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു RD350യുടെ സ്വിംഗിങ് ആമിലേക്ക് എങ്ങനെയാണ് നമ്മുടെ ബ്രേക്ക് ഡ്രമ്മും ഒപ്പം തന്നെ മെയിൻ ആക്സിൽ ഒപ്പം തന്നെ ഫോൾസ് ആക്സിൽ അല്ലെങ്കിൽ ഹാഫ് ആക്സിൽ എന്ന് പറയുന്ന സാധനം ഇതെല്ലാം നമ്മൾ വണ്ടിയിലേക്ക് എങ്ങനെയാണ് കണക്റ്റ് ആവുന്നത്, പിന്നെ അതിൻ്റെ ബിയറിങ്ങിൻ്റെ നമ്പറുകൾ എല്ലാം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു വീഡിയോ ആണെന്ന് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും എന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ ഞാൻ എല്ലാം കൂടെ അസംബിൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് ഡിസ്മാൻഡിൽ ചെയ്ത് ഓരോന്ന് ഏത് എവിടെ എങ്ങനെ ഫിറ്റ് ആവുമെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, നമുക്ക് ആദ്യം ഇതിനെല്ലാം ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യാം. നമ്മുടെ സ്വിംഗിങ് ആമിനെടുത്തത് ഇങ്ങനെ വെച്ച് കേട്ടോ. ഓക്കെ, ഇത് ഇങ്ങനെയല്ല വരുന്നത്, തിരിച്ചാണ് വരുന്നത്. ഇതിന്റെ സ്വിംഗിങ് ആമില്ലേ, സ്വിംഗിങ് ആമിനെ എടുത്തത് ഇവിടെ വെക്കാൻ പോവാണ്. അപ്പോൾ കണ്ടില്ലേ, ഇതാണ് നമ്മുടെ സ്വിംഗിങ് ആമിന്റെ സ്റ്റേ ഉണ്ടല്ലോ, അതിന്റെ ഇതാണ്. അപ്പോൾ ഇത് ഇങ്ങനെയാണ് വണ്ടിയിൽ വരിക. ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മുടെ RDയുടെ റീസ്റ്റോറേഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് എടുക്കുന്ന വീഡിയോകളാണ് ഇത് അധികവും. അപ്പോൾ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. ഇതിനകത്തേക്ക് എങ്ങനെയാണ് നമ്മുടെ ഫുൾ ഹബ്ബ് അസംബ്ലി സെറ്റ് ആവുന്നത് എന്നുള്ളൊരു വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മെയിനായിട്ട് 3 ബിയറിങ്ങുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ബിയറിങ്ങുകൾ. ഓക്കെ, ഇതിൽ ഈ വലുത് കാണുന്നതിന്റെ നമ്പർ എന്ന് പറയുന്നത് 6205 ആണ് കേട്ടോ. കണ്ടില്ലേ, 6205. ഇത് നമ്മുടെ ഹാഫ് ആക്സിലാണ് ഫിറ്റ് ആവുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇത് എന്ന് പറയുന്നത് 6303. ഇത് 2 എണ്ണം ഉണ്ട് കേട്ടോ. ഇത് 2 എണ്ണം നമ്മുടെ ഹബിലുമാണ് ഫിറ്റ് ആവുന്നത്. അപ്പൊ മൊത്തം 3 ബിയറിംഗ് ഉണ്ട് റിയർ ആക്സിലില്. ഓക്കെ, അപ്പൊ ആരും മറന്ന് പോകില്ല എന്ന് കരുതുന്നു. മൊത്തം 3 സ്പേസറാണ് നമുക്ക് RD350 വരുന്നത്, 3 എണ്ണം റിയർ ആക്സിലിൽ. ഓക്കെ, ഇത് വരുന്നത് ബിഗ് സ്പേസർ, ഇത് ഷാഫ്റ്റിലാണ് വരുന്നത്. ഇതും വരുന്നത് നമ്മുടെ ഹബിന്റെ സ്പേസറാണ്, ഇത് ഹബിന്റെ സെന്ററിലായിട്ട് വരും. അത് കഴിഞ്ഞ് ഇത് വരുന്നത് നമ്മുടെ ഹാഫ് ആക്സിലിന്റെ സ്പേസറാണ്. ഇതൊരു സ്പെഷ്യൽ പീസാണ് കേട്ടോ. ഓക്കെ, ഇതിന് തന്നെ ഒരു ചെറിയ മെറ്റൽ കവറും കൂടെ വരും കേട്ടോ. ഇങ്ങനെയാണ് ഇത് ഫിറ്റ് ആവുന്നത് കണ്ടോ. ഈ ഒരു പീസ് നമുക്ക് കിട്ടത്തില്ല, മേടിക്കാനൊക്കെ കിട്ടാൻ വളരെ പാടായിരിക്കും. ഞാനും കുറേയൊക്കെ സെർച്ച് ചെയ്ത് എനിക്ക് ബൈലൊക്കെ ഒരെണ്ണം കിട്ടിയതാണ്. അല്ലെങ്കിൽ ഇതുപോലൊരു പീസ് ഉണ്ടാക്കിയെടുത്താൽ മതി. നമ്മൾ ഏതേലും ഡെന്റിങ് ഒക്കെ ചെയ്യുന്ന ചേട്ടന്മാരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ പുള്ളിക്കാരന്മാർ നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കി തരും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്പേസറുകൾ. ഓക്കെ, 2 അഡ്ജസ്റ്റേഴ്സ് ആണ് കേട്ടോ. ഇത് 2 എണ്ണമാണ് നമ്മുടെ അഡ്ജസ്റ്റേഴ്സ് കേട്ടോ. ഇതിൽ ഒരെണ്ണം വലുതും ഒരെണ്ണം ചെറുതുമായിരിക്കും. ഈ വലുത് വരുന്നത് ഹാഫ് ആക്സിലുള്ള സ്ഥലത്തും ചെറുത് വരുന്നത് നമ്മുടെ മെയിൻ ആക്സിൽ കയറുന്ന സൈഡിലും ആയിരിക്കും. അപ്പോൾ അതും ഓർത്തിരിക്കുക. 2 ആക്സിലുകളാണ്. ഇതിനെയാണ് മെയിൻ ആക്സിൽ എന്നും പറയുന്നത്, ഹാഫ് ആക്സിൽ എന്നും പറയുന്നത്. അപ്പോൾ 3 ടൈപ്പ് സാധനങ്ങൾ ഞാൻ പറഞ്ഞു. ആദ്യത്തേത് ആക്സിലുകൾ 2 എണ്ണം, അത് കഴിഞ്ഞ് സ്പേസറുകൾ 3 എണ്ണം, അത് കഴിഞ്ഞ് അഡ്ജസ്റ്റേഴ്സ് 2 എണ്ണം, അത് കഴിഞ്ഞ് ബിയറിങ്സ് 3 എണ്ണം. അപ്പൊ ഇതെല്ലാം കൂടെ എങ്ങനെയാണ് നമ്മുടെ വണ്ടിയിൽ അസംബ്ലി ആവുന്നതെന്നൂടെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ സ്വിംഗിങ് ആമത ഇങ്ങനെ ഇരിക്കുന്നത്. ഇതാണ് നമ്മുടെ ചെയിൻ അഡ്ജസ്റ്റേഴ്സിന്റെ മാർക്കിങ്. അറിയായിരിക്കുമെന്ന് ചോദിക്കുന്നു. നമ്മുടെ ചെയിൻ അഡ്ജസ്റ്ററില്ലേ, അതാണ്ട് ഈ സാധനം ഇങ്ങനെയാണ് കയറുന്നത്. അതിനുശേഷം ഈ ചെയിൻ അഡ്ജസ്റ്ററിന്റെ ഏറ്റവും മുകളിലൊരു വര കാണും. നിങ്ങൾ കാണുന്നുണ്ടെന്ന് അറിയാം. കണ്ട, ഈ ഒരു വര കാണുന്നുണ്ടോ? ഈ ഒരു വര ഇതിലേതിൽ അഡ്ജസ്റ്റ് ആവുമോ അതിനനുസരിച്ചാണ് നമുക്ക് ചെയിനിന്റെ ലെങ്ത് കൂട്ടുകയും കുറയ്ക്കാനും ഒക്കെ പറ്റുന്നുണ്ട്. ഇത് കണ്ടോ, ഇത് ഇങ്ങനെയാണ് വർക്ക് ആവുന്നത്. ഇന്നാവുന്നു, ഒപ്പം തന്നെ ഇത് വെളിയിലേക്ക് വരുമ്പോൾ ഔട്ട് ആവുന്നു. അപ്പോൾ ഈ ലൈൻ ഏത് ലൈനുമായിട്ട് മാച്ച് ആവുമോ അതേ ലൈൻ തന്നെ നമ്മൾ അപ്പുറത്തെ സൈഡിൽ കൊടുക്കുമ്പോഴും വരണം. ഓക്കെ, അതിലും ഒരു ചെറിയ ലൈൻ ഉണ്ട്, കണ്ടില്ലേ, കാണുന്നുണ്ടോ? ഈ കാണുന്ന ഈ ലൈനാണ് അപ്പുറത്തും മാച്ച് ആവുന്നത്. അതിപ്പോ എനിക്ക് കാണിച്ചു തരാൻ പറ്റില്ല. ഓക്കെ, ആദ്യം വരുന്നത് നമ്മുടെ ചെയിൻ അഡ്ജസ്റ്റർ ആണ് കേട്ടോ, അത് മറന്നുകൊണ്ട് അതിനെ നമുക്ക് ഇങ്ങനെ ജസ്റ്റ് എൻഗേജ് ചെയ്ത് വെക്കാം. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ ആക്സിലിനെ കയറ്റാം. ആക്സിൽ ഈ സൈഡിൽ നിന്നാണ് കയറുന്നത്. ഓക്കെ, ഇതൊരു പുതിയ ആക്സിലാണ്, ഞാനിപ്പോൾ റീസ്റ്റോറേഷന് വേണ്ടി മേടിച്ചതാണ്. ഓക്കെ, അത് കഴിഞ്ഞ് ആക്സിൽ ഇങ്ങനെ എത്തി. ഓക്കെ, അപ്പൊ ഇവിടെ എത്തി. ഓക്കെ, ആക്സിൽ കഴിഞ്ഞിട്ട് ഫസ്റ്റ് വരുന്നത് നമ്മുടെ വലിയ സ്പേസറാണ്. ഓക്കെ, ഈ ഒരു സ്പേസറാണ്. ഓക്കെ,
അത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫസ്റ്റ് വരുന്നത് നമ്മുടെ ഹബ്ബാണ്. ഏത്? ഇതിനെ നമ്മൾ പറയുന്നത് ബ്രേക്ക് ഷൂ ഹബ്ബ് എന്നാണ് പറയുന്നത്. ഓക്കെ, RDക്ക് മൊത്തം 3 ഹബ്ബ് ഉണ്ട്. ഒന്ന് ബ്രേക്ക് ഷൂ ഹബ്ബ്, ഒന്ന് വീൽ ഹബ്ബ്, ഒന്ന് സ്പ്രോക്കറ്റ് ഹബ്ബ്. ഇപ്പൊ 3 ഹബ്ബുകളാണ് വരുന്നത്. ഓക്കെ, അപ്പോ ഈ ഹബ്ബാണ് നമുക്ക് ഇവിടെ വരുന്നത്. ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ബ്രേക്കിന്റെ ക്യാമാണ്. അത് കഴിഞ്ഞ് ഇതിങ്ങനെ വരും കണ്ടോ. ഓക്കെ, കണ്ടോ, ഇതിങ്ങനെ വന്നപ്പോൾ ഇവിടെ തട്ടുന്നുണ്ട്. അയ്യോ, താന്നുപോയി. അത് കഴിഞ്ഞ് ഞാൻ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് കാണിച്ചു തരാം കേട്ടോ. കഴിഞ്ഞിട്ട് ഇനി നമ്മുടെ ആദ്യത്തെ ബിയറിംഗ് ആണ് വരുന്നത് കേട്ടോ. കണ്ടില്ലേ, ആദ്യത്തെ ബിയറിംഗ് ഇതിങ്ങനെ വരും. അത് കഴിഞ്ഞ് നമ്മുടെ ആദ്യത്തെ സ്പേസർ, ഈ സ്പേസർ വരും. ഓക്കെ, അത് അപ്പോൾ ഷാഫ്റ്റിനെ കുറച്ചുകൂടെ തള്ളി ഞാൻ ഫ്രണ്ടിലേക്ക് നീക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് വരുന്നത് നമ്മുടെ രണ്ടാമത്തെ ബിയറിംഗ് ആണ്. രണ്ടാമത്തെ ബിയറിംഗ് നമ്പർ അറിയാലോ, 6303 കേട്ടോ. നമ്പർ മാറിപ്പോയത്. ഓക്കെ, അപ്പോൾ അതും വന്നു. അത് കഴിഞ്ഞിട്ട് ഇനി വരുന്നതാണ് നമ്മുടെ ലെഫ്റ്റ് സൈഡ് അസംബ്ലി. ഓക്കെ, ലെഫ്റ്റ് സൈഡ് അസംബ്ലി എന്ന് പറയുന്നത് ആണ് നമ്മുടെ ഫോൾസ് ആക്സിൽ എന്ന് പറയുന്ന സംഭവം. ഓക്കെ, ആക്സിൽ എന്നോ ഹാഫ് ആക്സിൽ എന്നോ എന്ത് വേണമെങ്കിലും പറയാം. അപ്പോൾ അതിന്റെ അസംബ്ലി നമുക്ക് നോക്കാം. അതിലേക്ക് വരുന്നത് ആദ്യം നമ്മുടെ ഈ ഒരു ബിയറിംഗ് ആണ്. അതിന്റെ നമ്പർ എന്ന് പറയുന്നത് 6205. ഓക്കെ, സംഭവം പിടിയിട്ടില്ലേ? ഇത് കണ്ടോ, ഇത് അപ്പൊ നമ്മൾ ആയിരിക്കും ഇത് ലൂസ് ഫിറ്റ് അല്ലേന്ന്. ഇത് ലൂസ് ഫിറ്റ് ആയെന്ന് പറഞ്ഞ് ഒരു കുഴപ്പമില്ല. ഇതിന്റെ ഔട്ടർ റേസ് എപ്പോഴും നമ്മുടെ സ്പ്രോക്കറ്റിന്റെ ഹബ്ബിൽ ടൈറ്റ് ആയിരിക്കണം, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് ഇങ്ങനെ വരും. ഇതിനകത്തൂടെയാണ് കയറി വരുന്നത്. ഓക്കെ, അപ്പോ ഇതിനകത്ത് നമ്മുടെ ഒരു സ്പേസർ കൂടെ ഉണ്ട് കണ്ടോ. ഇതാണ് നമ്മുടെ സ്പേസർ വരുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ആദ്യം നമ്മുടെ ഈ ഒരു കവർ ഉണ്ട്. ഇതൊരു ഡസ്റ്റ് കവറാണ് ആക്ച്വലി. ഇത് എന്ന് പറയുന്നത് നമ്മുടെ അഴുക്കും പൊടിയൊന്നും അകത്തേക്ക് പോവാതിരിക്കാനാണ്. പണ്ട് കാലത്തെ ബിയറിങ്ങുകളിൽ ഇതുപോലെ കണ്ടില്ലേ, റബ്ബറിന്റെയോ അല്ലെങ്കിൽ മെറ്റലിന്റെയോ ഒന്നും കവറിങ് വന്നിരുന്നില്ല. അപ്പോൾ അഴുക്കും പൊടിയൊന്നും ടയറിന്റെ ഹബ്ബ് വഴി ഇതിനകത്തേക്ക് കയറാതിരിക്കാനായിരുന്നു ഈ ഒരു സംഭവം. ഓക്കെ, ഇത് പിടിപ്പിക്കുന്നതിന് മുമ്പ് നമ്മൾ നമ്മുടെ ഇവിടത്തെ ലെഫ്റ്റ് സൈഡിലുള്ള സ്പേസറോട് പിടിപ്പിക്കണം കേട്ടോ. അപ്പോൾ ഇതിനകത്തേക്കാണ് നമ്മുടെ ഹാഫ് ആക്സിൽ കയറി പോകുന്നത്. അപ്പോൾ സ്പേസർ പിടിപ്പിക്കുമ്പോൾ ഈ കട്ട് മാർക്ക് എപ്പോഴും മുകളിൽ വരത്തക്ക രീതിയിൽ വേണം ചെയ്യാൻ. അപ്പോൾ ഇങ്ങനെയാണ് ഇത് കയറുന്നത്. ഓക്കെ, അതിനുശേഷം നമ്മുടെ ഹാഫ് ആക്സിൽ ഇതുപോലെ തള്ളിക്കയറ്റുക. ഓക്കെ, കറക്റ്റായിട്ട് കയറിയിട്ടുണ്ട്. ഈ നട്ടൂടെ അങ്ങ് ടൈറ്റ് ചെയ്തേക്കണം കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ പണി കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് ഈ നട്ട് അല്ലേ, ഇതപ്പോൾ നമ്മുടെ നട്ടും നമ്മൾ കൈ കൊണ്ട് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് ഇവിടെ ഇനി വരുന്നത് ഒരു ബെയറിംഗ് ആണ്. ഇതിന്റെ സെന്ററിലായിട്ട് ഞാൻ കറക്റ്റ് കാണിച്ചു തരാം. കണ്ടില്ലേ, ഇവിടെ ഇനി ഒരു ബിയറിംഗ് കൂടെ വരുമ്പോഴത്തേക്ക് നമ്മുടെ ആക്സിൽ കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇത്ര ആയ സ്ഥിതിക്ക് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നിന്ന് ആക്സിലിനെ കറക്റ്റ് തട്ടി ഈ സെന്റർ വഴി ഇപ്പുറത്തെത്തിക്കാം. കണ്ടില്ലേ, ഇവിടെ എത്തിയിട്ടുണ്ട്. അതിനുശേഷം ഇതാണ് നമ്മുടെ ഹാഫ് ആക്സിലിന്റെ ടൈറ്റിംഗ് നട്ട് വരുന്നത്. അതിനെ നമുക്ക് ഈ സൈഡിൽ നിന്ന് ടൈറ്റിങ് ചെയ്യാം. ഓക്കെ, ഇതാണ് സംഭവം. അപ്പോൾ ഇത് നമ്മളെ ഈ ആക്സിലിനാണെങ്കിൽ ഇവിടെ നിന്ന് ഇപ്പുറത്തോട്ട് ഇടാം, അപ്പുറത്ത് നിന്ന് ഇപ്പുറത്തോട്ട് ഇടാം, ഏത് ദിശയിലാണെങ്കിലും നമുക്ക് ഇടാം. പക്ഷെ എങ്കിലും കമ്പനി മെൻഷൻ ചെയ്യുന്നത് എപ്പോഴും ടൈറ്റിങ്, അതായത് നമ്മുടെ ഈ നട്ട് വരില്ലേ, ടൈറ്റ് ചെയ്യുന്ന നട്ട് എപ്പോഴും സ്പ്രോക്കറ്റിന്റെ ഓപ്പോസിറ്റ് സൈഡിലായിരിക്കും വരുന്നത്. ഇവിടെ ആയിരിക്കും സ്പ്രോക്കറ്റ് വരുന്നത്. അപ്പോൾ ഈ നട്ട് നമുക്ക് അപ്പുറത്ത് വേണം ഇടാൻ. അപ്പോൾ ഇതാണ് നമ്മുടെ RD350യുടെ ആക്സിലിന്റെ അസംബ്ലി. അപ്പോൾ ഞാൻ ഇത് എന്തിനാണ് ഇത് ചെയ്തതെന്നുള്ളതിന്റെ മെയിൻ സംഭവം ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ. ഇതിന്റെ മെയിൻ ഇത് ചെയ്യുന്നതിന്റെ പിറകിലുള്ള ചേതോവികാരം എന്താണെന്ന് പറഞ്ഞാല്, നമ്മള് ഈ നട്ട് ഒപ്പം തന്നെ ഈ നട്ട്, ഈ രണ്ട് നട്ടുകളുടെയും ടൈറ്റനിങ് ടോർക്ക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഞാൻ ലെഫ്റ്റ് സൈഡിൽ എന്താണ് ആ ടൈറ്റനിങ് ടോർക്ക് എന്ന് ഞാൻ എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ പെർഫെക്റ്റ് ആയിട്ടുള്ള ടൈറ്റനിങ് ടോർക്ക് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ബിയറിങ്ങുകൾ കണ്ടില്ലേ, ഈ ബിയറിങ്ങുകളുടെ സെന്ററിലുള്ള നമ്മുടെ ഇന്നർ, ഇപ്പോൾ ഇതിന് ഒരു ബിയറിങ്ങിന് 2 റേസുകളാണ് ഉള്ളത്. ഇന്നർ റേസും ഉണ്ട്, ഔട്ടർ റേസും ഉണ്ട്. അപ്പൊ ഈ കറങ്ങുന്നത് ഇതാണ് നമ്മുടെ ഔട്ടർ റേസ്. ഇത് കറങ്ങുമ്പോഴേ ഇത് നമ്മുടെ ഹബ്ബിൽ ടൈറ്റ് ആയിട്ടിരിക്കുകയും ഇത് കറങ്ങുന്നതിനോടൊപ്പം നമ്മുടെ ഹബ്ബ് കറങ്ങുകയാണ് ചെയ്യുന്നത്. ഇനി അത് കഴിഞ്ഞ് ഈ ബിയറിങ്, ഓക്കെ, ഈ ബിയറിങ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ സ്പ്രോക്കറ്റിൽ വരുന്ന ബിയറിംഗ് ആണ്. സ്പ്രോക്കറ്റ് ഹബ്ബിൽ ഇത് ടൈറ്റ് ആയിരിക്കും. അപ്പോൾ ഈ ബിയറിംഗ് കറങ്ങുമ്പോഴത്തേക്ക് നമ്മുടെ സ്പ്രോക്കറ്റും കറങ്ങും,
ഇതിന്റെ ഔട്ടർ റേസ് തന്നെയാണ് ഇതിന്റെയും കറങ്ങുന്നത്. ഇന്നർ റേറ്റ് ഫിക്സ് ആണ്. ഇന്നർ റേസ് ഫിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും സ്പേസറുകൾ ഇട്ടിരിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ ചവിട്ടി പിടിച്ച് ടൈറ്റ് ചെയ്യുന്നില്ല. ഇത് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഈ ബിയറിങ്ങുകൾ മാത്രമേ കറങ്ങൂ, ബാക്കി ഭാഗം ഫുള്ള് സ്റ്റക്കായിരിക്കും. അപ്പോൾ ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഡൗട്ട് ഉണ്ടായിരിക്കും എങ്ങനെയാണ് നമ്മുടെ ടയർ കറങ്ങുന്നതെന്ന്. നമ്മുടെ ഹബ്ബ് കണ്ടോ, ഇത് കറങ്ങില്ല. ഇത് ടൈറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതും ഫിക്സ് ആവും. ഓക്കെ, ഇത് ഫിക്സ് ആവും. ഈ 3 ബിയറിങ്ങുകൾ മാത്രമേ പിന്നെ കറങ്ങത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സ്പെസിഫൈഡ് ടോർക്ക് വെച്ച് ടൈറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ ബിയറിങ്ങുകളുടെ ഇന്നർ റേസ് ഇല്ലേ, അത് ഓവർ ടൈറ്റ് ആവുകയും വണ്ടിയുടെ ടയർ റൊട്ടേറ്റ് ആകുമ്പോൾ ഓവർ ഹീറ്റ് പ്രൊഡ്യൂസ് ആയിട്ട് ഇതിന് പെട്ടെന്ന് വിയർ ആൻഡ് ടിയർ വരാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ 2 നട്ടുകൾ ടൈറ്റ് ചെയ്യുമ്പോഴത്തേക്കും വളരെ ശ്രദ്ധയോടെ വേണം ടൈറ്റ് ചെയ്യാൻ. ചവിട്ടി പിടിച്ച് ഓവർ ടൈറ്റ്നെസ് ചെയ്യരുത്. ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇതിനകത്ത് ഒരു ഇന്നർ റേസ് ഉണ്ട്, അത് ബെൻഡ് ആവാനും ഒപ്പം തന്നെ നമ്മുടെ ബിയറിങ്ങിന്റെ സ്മോൾ ബോളുകളെല്ലാം അത് ഡാമേജ് ഇരിക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ചെറിയ കുഞ്ഞു വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ RD350യുടെ അസംബ്ലി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ RD350യുടെ അസംബ്ലി എങ്ങനെ വരുമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടും കൂടെയാണ് ഈ ഒരു സംഭവം ഞാൻ എടുത്തിട്ടത്. ഓക്കെ, ഇതൊന്നും കൂടാതെ ഇതിന്റെ കുഞ്ഞു കുഞ്ഞ് ഓയിൽ സീലുകൾ വരുന്നുണ്ട്. ഓയിൽ സീലല്ല, ഡസ്റ്റ് പ്രൂഫ് സീലുകളും വരുന്നുണ്ട്, ഇതിന്റെ ഉള്ളിൽ വരുന്നുണ്ട്. അത് ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കാരണം ഇപ്പോൾ വരുന്ന ബിയറിങ്ങുകളിൽ ഇതുപോലുള്ള ക്യാപ്പുകളുണ്ട്, കണ്ടില്ലേ? ഇതിപ്പോൾ മെറ്റൽ ക്യാപ്പാണ്, നേരത്തെ റബ്ബർ ക്യാപ്പാണ്. അപ്പോൾ ഇങ്ങനത്തെ ക്യാപ്പുകൾ വരുമ്പോഴത്തേക്ക് അഴിപ്പൊടിയൊന്നും അകത്ത് കയറില്ല. അപ്പോൾ ഡസ്റ്റ് വലുതായിട്ട് അകത്ത് കയറത്തുമില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ പിറകത്തെ ഹബിനെ ടൈറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഹബിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോയിൽ RD350യുടെ അസംബ്ലി നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ എല്ലാവരും സ്റ്റേ ട്യൂൺഡ്. ബൈ ബൈ.